ഹലോ ഗീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഒരു പുതിയ കാർ എടുക്കാൻ പോവാണ്. കാരണം നമുക്കുള്ള കാറൊക്കെ എന്ന് വെച്ചാൽ ഇതേപോലെ എന്താ പറയുക, ഇതേപോലെ ഓഫ് റോഡ് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഓഫ് റോഡ് വണ്ടി മാത്രമല്ല, എക്സിക്യൂട്ടീവ് വണ്ടി ഉണ്ട്, അങ്ങനത്തെ മോഡിഫൈഡ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസിനൊരു വണ്ടിയില്ല അപ്പോൾ എനിക്ക് ഡെയിലി യൂസിന് വണ്ടി അർജൻറ്റായിരുന്നു. കാരണം ഈ M5 എസ് ക്ലാസ് ഒക്കെ ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയല്ല, അതൊക്കെ എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ ഇങ്ങനത്തെ വലിയ വലിയ വണ്ടികളാണ്, ഇതൊന്നും എവിടേക്കും കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ ഡെയിലി യൂസിന് പറ്റിയൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. സെക്കൻഡ് ഹാൻഡ് നല്ല ഫ്രഷാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് വേണ്ടി ഫ്രഷായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തെത്തിയിട്ട് കാണാം. സോ നമ്മളങ്ങനെ നമ്മളെ ഷോറൂമിൽ എത്തിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട് മുതുക്കനായില്ലേ നമുക്ക് നേരെ എന്താ പറയുക, വണ്ടി ഡെലിവറി സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകാം. വണ്ടി വേറെ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളങ്ങ് കണ്ടോളൂ സോ നിങ്ങൾക്ക് വണ്ടി കാണാൻ പറ്റുന്നുണ്ടാവും. വേറെ നല്ല സ്കോഡൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ജാക്ക് ബ്രോ, വെൽക്കം സ്കോഡ ഫാമിലി. ഓ താങ്ക്സ്. നമ്മളോട് വെൽക്കം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത വണ്ടി, സ്കോഡൻ്റെ. എന്തുകൊണ്ടും ഡെയിലി യൂസിന് നല്ലൊരു വണ്ടിയെന്ന് തോന്നിയപ്പോൾ എടുത്താണ് കാരണം നല്ല എന്താണ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യത്തിന് റേറ്റും ഉണ്ട്. അപ്പോൾ സേഫ്റ്റി മസ്റ്റായിരുന്നു, അതുകൊണ്ട് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് എടുത്തത്. ബ്ലാക്ക് കളർ ഫുൾ ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി ചെറുതാണ്, പക്ഷേ നല്ല നീളമുണ്ട്, പക്ഷെ പൊക്കം കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഒരു കൂപ്പേ സ്റ്റൈലാണ് വണ്ടി. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇപ്പോൾ അടുത്ത ആൾക്കാരൊക്കെ വരും ഒന്നും പറയാനില്ല എനിക്ക് എന്തൊക്കെയോ ആവും ഇങ്ങനെ ഷോറൂമിൽ നിന്ന് വീഡിയോ എടുക്കൊരു മടി. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇപ്പം വരും. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ പേപ്പർ വർക്കും ഈ കീ ആകുന്ന ചടങ്ങൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. സോ ആ നിമിഷം എത്തിയിരിക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാൻ പോവാണ്. സോ മുന്നൻ തട്ടാതെ നമുക്ക് മെല്ലെ മെല്ലെ അങ്ങ് വണ്ടി ഇറക്കാം. നമ്മൾ ഷോറൂമുകാരോടൊക്കെ ബൈ പറയാണ്. സോ വണ്ടി നല്ല സ്മൂത്താണ്. ഞാൻ അത് ഓടിച്ച് നോക്കി മനസ്സിലായി. നമുക്കൊന്ന് വണ്ടി കാലൊന്ന് കൊടുത്തു നോക്കാം. ഫസ്റ്റ് തന്നെ കാലും എടുത്ത് കൊടാക്കണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 60 ഒക്കെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ട്. 90 100 ഇപ്പോൾ പോസ്റ്റിന് വണ്ടി അടിച്ചാണ്. പിന്നെ നമ്മളെ വണ്ടി ഫസ്റ്റ് ടൈം ഡെലിവറി ചെയ്തായതുകൊണ്ട് നമുക്ക് ഫ്യൂലൊന്നും ചെയ്തേക്കാം കാരണം ഫുൾ ടാങ്ക് അങ്ങോട്ട് അടിച്ചേക്കാം. അപ്പോൾ വണ്ടിക്ക് നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സെറ്റാണ്. ടാങ്ക് നല്ല ഫുള്ളാവട്ടെ, നല്ല വലിയ ടാങ്കാണ്. മൈലേജും കാര്യങ്ങളൊക്കെ ഇനി കണ്ടറിയാം. സ്കോഡയാണ്. ഓ ടാങ്ക് ഫുള്ളായി. ഞാൻ കഴിഞ്ഞ് ഷോറൂമിൽ നിന്ന് എടുത്തപ്പോൾ മൈലേജ് നോക്കിയില്ലായിരുന്നു എത്ര ഉണ്ട്, പെട്രോൾ എത്ര ഉണ്ടായിരുന്നു. പെട്രോളല്ല, ഡീസൽ വണ്ടിയാണ്. സോ നമ്മൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് വെച്ചിരിക്കുകയാണ് നമ്മളെ വണ്ടി ആഫ്റ്റർ മാർക്കറ്റ് കിറ്റ് കയറ്റാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് ഇവിടേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ലുക്ക് വണ്ടീൻ്റെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് വണ്ടീൻ്റെ ഇപ്പോൾ ഉള്ള ലുക്കും കാര്യങ്ങളൊക്കെ. വണ്ടി സ്റ്റോക്കാണ്. ഇങ്ങനെ കണ്ട രസം ഉണ്ടാവില്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് കൂളിംഗ് ഒക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കണം അപ്പോൾ എന്തായാലും ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് കിറ്റ് കയറ്റുന്ന കാലം കാണിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഈ വണ്ടി കിറ്റൊക്കെ കയറ്റിയിട്ട് കാണാം. നമ്മളെ വണ്ടീൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല രീതിക്ക് തന്നെ നൈറ്റായിട്ട് നമ്മുടെ ചെറുക്കാൻ ഇതാ കിടക്കുന്നത്. ഏതായാലും ലുക്ക് ആക്ച്വലി കിറ്റുകളൊക്കെ ചെറിയ കിറ്റുകളൊക്കെ കയറ്റിയുള്ളൂ. കിറ്റ് അതിനത്രയും കില്ല. ഒന്ന് റൂഫ് ബോക്സും ബാക്കിൽ സ്പോയിലറും വെച്ച്, പിന്നെ ലിപ്പൊന്ന് റെഡ് കളറാക്കി, പിന്നെ ഒരു ലൈറ്റ് വെച്ച്, പിന്നെ DRL റെഡാക്കി, പിന്നെ സലോയ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സലോയിൻ്റെ സൈസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജാക്കോയിട്ട് CPM അടിച്ച് കൂളിംഗ് നമ്മൾ നല്ലാണ്ട് അടിച്ചില്ല, കാരണം ഡെയിലി യൂസിനുള്ള വണ്ടിയല്ലേ. MVD പൊക്കിയാൽ പിന്നെ പറയണ്ടല്ലോ. ഇതൊന്നും അത്ര വലിയ മോഡിഫിക്കേഷൻ അല്ല. പിന്നെ ജാക്കോയിട്ട് CPM, പിന്നെ യൂട്യൂബിൽ ഐക്കോണും കൊടുത്ത്. അപ്പോൾ നല്ല രസമുണ്ട് വണ്ടി കാണാൻ. അപ്പോൾ ഇവിടെ നല്ല വർക്കാണ്, ചെറിയ റേറ്റ് ആയിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ വേറെ ഒന്നും പറയാനില്ല. നേരെ വീട്ടിലേക്ക് നമുക്ക് വിടാം. പിന്നെ വണ്ടി ഞാൻ
ഇത്തിരി ഓടിച്ചിട്ടേ ഉള്ളൂ ഗൈസ്. ഓടിച്ചിട്ട് കൊതി മാറിയില്ല. ഇനി ഗൈസ് നമുക്ക് നേരെ ഇതിലേക്ക് പോവാം ഗൈസ്. ഇങ്ങോട്ട് നമ്മളെ വീട്ടിലേക്ക്. ഈ വണ്ടി ഭയങ്കര പുള്ളിങ് കേട്ടോ. നല്ല സ്മൂത്ത് എൻജിനാണ്. കാരണം ഈ വണ്ടിക്ക് ടെർബോ ആണ് വണ്ടിയിലുള്ളത്. പിന്നെ ഗൈസ് എനിക്കെന്തോ പുതിയ ബഗ് ഉണ്ട് ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ മോഡ് ഓണാക്കിയിന് മിററിൻ്റെ, പക്ഷേ VFX പക്ഷേ അത്ര ഓണാക്കിയിട്ട് ഞാൻ എന്താണ് എനിക്കറിയാം അത് മിറർ ഓണാക്കി അപ്പം തന്നെ വരും. പക്ഷേ VFX ഓണാക്കി ഒന്നും കൂടെ കയറണം. ഇത് എങ്ങനെ ചെയ്തിട്ടും വരുന്നില്ല ഗൈസ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര നൈറ്റ്. പിന്നെ ഞാൻ ലൈറ്റ് ഇടട്ടെ വണ്ടി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് മിറർ കാണാത്തത്. എന്തായാലും ഒന്ന് നോക്കണം എങ്ങനെ കിട്ടുകയെന്ന്. സോ ഇന്ന് പറയാൻ മറന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. നമുക്ക് ഇപ്പോൾ 97 സബ്സ്ക്രൈബേഴ്സ് എങ്ങാനും ആയിട്ടുണ്ട്. സോ നമുക്ക് വഴി ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഓക്കെ, അപ്പോൾ എല്ലാം സബ് ചെയ്യിക്കുക. നമുക്ക് ഗിവ് അവേയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനാണ്. കാരണം 100 സബ് ആയാലാണല്ലോ ഗിവ് അവേകളൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ടത്. 100 സബായി അതിൻ്റെ മുന്നേ ചിലപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാം. ഇതെന്താ മുന്നിലൊരു പോസ്റ്റ് ഇങ്ങനെ. ഓക്കെ, സോ നല്ല ക്ഷീണമുണ്ട് ഗേസ്. കാരണം രാവിലെ ഇറങ്ങിയിട്ട് ഈ വണ്ടിയുടെ വർക്ക് ഇപ്പോഴാണ് കഴിയണം. കാരണം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ അവരുടെ ഷോപ്പ് പൂട്ടാനുള്ള ടൈമായിട്ട് അവർ വീണ്ടും എക്സ്ട്രാ നമുക്ക് വേണ്ടി 5 ഹവേഴ്സും കൂടി എടുത്തിട്ടുണ്ട്. കാരണം അത്രയും ഇതാണ് അവർക്ക് കസ്റ്റമേഴ്സിനെ. പിന്നെ ഞാനും കൂടി ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ അവർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ഇനി വർക്കും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ചെയ്യാനും. പിന്നെ ഇത് അറിയുന്നില്ല വണ്ടി എത്ര സ്പീഡിലാണ് പോകുന്നത്. നമുക്കെല്ലാം കംഫേർട്ടായിട്ട് പോവാം. അത്യാവശ്യം ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോവാം. നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡെയിലി യൂസിന് ഇതിനേക്കാളും ചെറിയ വണ്ടി എടുത്തുകൂടെ എന്നൊക്കെ. അപ്പോൾ പഴയ വണ്ടിയിലേക്ക് ഇനി പോവുകയാണെങ്കിൽ സേഫ്റ്റി ഉണ്ടാവില്ല. പിന്നെ ഫീച്ചേഴ്സുകളൊക്കെ കുറവായിരിക്കും. പിന്നെ എപ്പോഴും പണി ഇങ്ങനെ വന്നും കൊണ്ടേ നിൽക്കും. ഇത് പുതിയ ഒന്നായതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് എത്ര കാലം വേണേൽ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക ഇങ്ങനത്തെ ഒരു വണ്ടി എടുത്തത്. പിന്നെ വണ്ടി 200 എത്തിയിട്ടോ, 202. ടോപ്പ് സ്പീഡ് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ കയറി. പിന്നെ ഹൈവേ ആയതുകൊണ്ട് പിന്നെ പേടിക്കാൻ നിൽക്കണ്ടല്ലോ. സോ ഞാൻ എന്തായാലും വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നല്ല ക്ഷീണമുണ്ട് ഇനി വീട്ടിൽ പോയി എന്നിട്ട് ഉറങ്ങട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.